ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയുടെ ഫോൺ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി സൂര്യ രാജുവേട്ടനെ വിളിക്കുകയാണ്. എന്നിട്ട് നന്ദിനിയുടെ ഫോണിലേക്ക് വിളിച്ച് രാജുവേട്ടനോട് പറയുകയാണ് അവിടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ഫോണുമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാണ് വീഡിയോ കോൾ വിളിക്കുന്നത്. അങ്ങനെ രാജു സൂര്യ പറഞ്ഞ പ്രകാരം തന്നെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രാജു പറയാണ്, മേഡം ഈ ഫോണിൽ ഇപ്പോൾ സൂര്യ സാറും നന്ദിനി മോളും ഉണ്ട്, നിങ്ങളോട് സംസാരിക്കണമെന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് ഫോൺ അവിടെ വെച്ചിട്ട് രാജു പോവുകയാണ്. എന്നിട്ട് ലൈവായിട്ട് തന്നെ സൂര്യ അവരോടൊക്കെ സംസാരിക്കുകയാണ്. എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ ശേഷം ഈ മീറ്റിംഗിൽ ഇങ്ങനെ പങ്കെടുക്കേണ്ടി വന്നതിൽ വലിയ ഖേദമുണ്ട്. നിങ്ങളുമായി നേരിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ചില കൂർമ്മ ബുദ്ധിക്കാരുടെ ചതി കാരണമാണ് ഇങ്ങനെ നിങ്ങളോട് ഫോണിലൂടെ വീഡിയോ കോൾ സഹിതം മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടി വന്നത്. ഇങ്ങനെയുള്ള ചതികൾ ചെയ്തു എന്ന് കരുതി ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നന്ദിനി CEO ആയിട്ട് ആദ്യമായിട്ടുണ്ടാകുന്ന ബോർഡ് മീറ്റിംഗ് അല്ലേ. അപ്പോൾ ഉറപ്പായും നന്ദിനി ഈ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എല്ലാവരും അവിടെയാണ് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളത്. നന്ദിനിയാണെങ്കിലോ ഇവിടെയുമാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീഡിയോ കോൾ വഴി തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാം. അപ്പോൾ അതിലൊരാൾ പറയുകയാണ്, സോറി സൂര്യ സാർ, നിങ്ങളിവിടെ സ്ഥലത്തില്ല എന്നാണ് പത്മ മേഡം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓഫീസിലേക്ക് വരാതെ നേരെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ സൂര്യ പറയണ, നല്ല കാലം ഞങ്ങൾ എന്നേക്കുമായി പോയി എന്നുള്ളത് പറഞ്ഞത്. പോട്ടെ, നമുക്ക് മീറ്റിംഗിലേക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിലെ ഒരു സ്റ്റാഫ് പറയുകയാണ്, സൂര്യ സാർ, കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ വർഷം നമ്മുടെ കമ്പനി നഷ്ടത്തിലാണ്. ഇത്രയും കാലത്തിനിടക്ക് ചെറിയ ഒരു നഷ്ടമാണ്, അത് നമുക്ക് നികത്തിയെടുത്തേ മതിയാവൂ. അതിനുവേണ്ടി നമ്മുടെ കമ്പനി നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് കുതിച്ചുയരാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം കണ്ടെത്തിയേ മതിയാവൂ. അതിനുവേണ്ടി ലാഭം കിട്ടുന്നതിന് വേണ്ടി നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ പുറത്തിറക്കിയേ മതിയാവൂ. അതിന് സൂര്യ സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പോൾ സൂര്യ പറയുന്നത്, എൻ്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ അതൊക്കെ ഇരിക്കട്ടെ, പത്മ മേഡത്തിന് വല്ല ഐഡിയയും ഉണ്ടോ? നിങ്ങളുടെ പക്കലുള്ള ഐഡിയ ഞങ്ങൾ പിന്നെ പറയാം. ആദ്യം വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരു വലിയ മീറ്റിംഗ് തന്നെ നടത്തി കളയാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ പത്മ മേഡത്തിന് വല്ല ഐഡിയയും ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ പത്മ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ സൂര്യ പറയാണ്, പത്മ മേഡത്തിന് ഐഡിയ ഒന്നും ഉണ്ടാവില്ല, പുതിയ ഐഡിയ ഒന്നും പത്മ മേഡത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. അതൊക്കെ പോട്ടെ, സാരമില്ല. പക്ഷേ ഇപ്പോൾ CEO മാഡമായ നന്ദിനിക്ക് ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ മേഡം എന്ത് ഐഡിയ ആണെന്നുള്ളത് നിങ്ങളോട് പറയും. എന്നിട്ട് സൂര്യ നന്ദിനിയോട് നന്ദിനിയുടെ മനസ്സിലുള്ള ഐഡിയ പറയട്ടോ. അങ്ങനെ നന്ദിനി എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മീറ്റിങ്ങിന് വന്ന ആളുകളൊക്കെ നന്ദിനിയോട് നമസ്കാരം എന്ന് പറയണം. എൻ്റെ മനസ്സിൽ വലിയ ഐഡിയകളൊന്നുമില്ല, പക്ഷേ എനിക്കൊരു ചെറിയ ഐഡിയ തോന്നി, അത് ഞാൻ സൂര്യ സാറിനോട് പറഞ്ഞു. ഞാനത് പറഞ്ഞത് കേട്ടപ്പോൾ സൂര്യ സാറ് നല്ലൊരു ഐഡിയ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കൂടിയിരിക്കുന്ന സ്റ്റാഫ് പറയുകയാണ്, മേഡം നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയ ഐഡിയ ആണെങ്കിലും അതാവും ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന ഐഡിയ. മേഡം ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ നന്ദിനി പറയുകയാണ്, അല്ല, ഗ്രാമത്തിലാണെങ്കിലും നഗരത്തിലാണെങ്കിലും എല്ലായിടത്തും ഗ്യാസുകളാണ് ഇപ്പോൾ അധികവും ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രാമത്തിലുള്ളവരും നാട്ടുമ്പുറത്തുള്ളവരും അങ്ങനെ ഭൂരിഭാഗം ആളുകളും കുക്കറാണ് ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത്. കുക്കർ ഉണ്ടാക്കുന്നത് അലുമിനിയത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിലോ ആണ് ഇതുവരെയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെ രണ്ടിനെയും മറികടന്ന് മൂന്നാമതൊന്നും ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. ഞാനിതുവരെയും കടകളിലൊന്നും കണ്ടതുമില്ല. അപ്പോൾ അതിലെ ഒരാൾ പറയുകയാണ്, അതെ മേഡം, ഇതുവരെയും അലുമിനിയത്തിലും അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണ് കുക്കർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നന്ദിനി പറയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമതൊരെണ്ണം ഉപയോഗം തുടങ്ങിയാൽ അത് എന്തായാലും ആളുകൾ അത് ട്രൈ ചെയ്യാതിരിക്കില്ലല്ലോ. അപ്പോൾ അതിലെ ഒരാൾ പറയുകയാണ്, എന്താണ് മേഡം ഉദ്ദേശിച്ചത്, മനസ്സിലായില്ല. അപ്പോൾ നന്ദിനി പറയാണ്, ഇതുവരെയും കുക്കർ അലുമിനിയത്തിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് മൺപാത്രത്തിൽ ഒരു കുക്കർ ഉണ്ടാക്കിയാലോ? അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവണം. പാരമ്പര്യമായി മൺപാത്രത്തിലാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അതുപോലെ പുതുതായ ഒരു മോഡലിൽ മൺപാത്രമുള്ള ഒരു കുക്കർ നിർമ്മിച്ചാൽ ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എല്ലാവർക്കും കുക്കറിൽ വേഗത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, എന്ന മൺപാത്രത്തിൽ ഉണ്ടാക്കുന്ന അതേ സ്വാദും ഗുണവും കിട്ടുകയും ചെയ്യും. അത് കാണുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ കുക്കർ പോലെ തോന്നുകയും ചെയ്യും, പക്ഷേ അതിൻ്റെ ഉൾവശം മൺപാത്രത്തിൽ ചെയ്തതുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ
നിർമ്മിച്ചാൽ ഉറപ്പായും അത് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിലെ ഒരു സ്റ്റാഫ് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല കാര്യം തന്നെയാണ്, ഇത് ഉറപ്പായും വിജയിക്കും. എങ്ങാനും മാർക്കറ്റിൽ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും നമ്പർ 1 ആയി മുന്നിട്ട് നിൽക്കുക. ഇങ്ങനെ നന്ദിനിയുടെ ഈ അഭിപ്രായം കേട്ട മറ്റുള്ള മീറ്റിങ്ങിന് വന്ന എല്ലാവരും പറയുകയാണ്, ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ്, ഇത് പഴമയ്ക്കും പുതുമയ്ക്കും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇതിനേക്കാളും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ കുക്കർ ഉണ്ടാക്കാൻ നല്ല ചിലവാണ്. പക്ഷേ ഇതിലൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഈ കുക്കർ ഉണ്ടാക്കാൻ മൺപാത്രത്തിലായതുകൊണ്ട് തന്നെ ചിലവും ഒരുപാട് കുറവായിരിക്കും, പക്ഷേ ലാഭം ഇരട്ടിയായിരിക്കും. അപ്പോൾ കമ്പനിയുടെ ഉയർച്ച അത് വളരെ കുത്തനെ ഉയരുകയും ചെയ്യും. അങ്ങനെ വന്നിരിക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ സ്റ്റാഫുകളും നന്ദിനിയുടെ ഈ അഭിപ്രായം കേട്ട് എല്ലാവരും യോജിക്കുകയാണ്. എന്നിട്ട് നല്ലൊരു തീരുമാനം തന്നെയാണ്, നല്ലൊരു അഭിപ്രായം തന്നെയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ്. അതോടുകൂടി പത്മയ്ക്കും ഇന്ദ്രജിക്കും ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പത്മ ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. എന്നിട്ട് സൂര്യ എല്ലാവർക്കും നന്ദി പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പത്മ ദേഷ്യം പിടിച്ച് റൂമിലേക്ക് ചെല്ലണം. അപ്പം തന്നെ ഇന്ദ്രജയും വിജയനും കൂടി ചെല്ലട്ടോ. എന്നിട്ട് വിജയൻ പത്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ്. നന്ദിനിയെ പുകഴ്ത്തി കൊണ്ട് അത് കേൾക്കുന്ന പത്മയ്ക്ക് നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ വിജയൻ പറയണ, ആൻറ്റി നല്ല ബുദ്ധിയോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് ഇപ്പോൾ അവസാനം എന്തുണ്ടായി? സൂര്യയും നന്ദിനിയും തന്നെ വിജയിച്ചില്ലേ? അവരുടെ ഫോൺ കൂടി ഓഫാക്കി വെക്കാനുള്ള ബുദ്ധി ആൻറ്റിക്ക് ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞതോടുകൂടി ദേഷ്യം പിടിച്ച് പത്മ തലേനെടുത്ത് വിജയൻ്റെ മുഖത്തേക്ക് എറിയുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രജയോട് പറയണേ, ഇവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്, ഇവൻ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നുമില്ല, വല്ലാത്ത ദേഷ്യമാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയണേ, വിജയൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്, മമ്മി അല്ലെങ്കിലേ ദേഷ്യം പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വിജയൻ പറയണേ, ഞാൻ പറയുന്നതിൽ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യമുള്ളത്? ആൻറ്റി എപ്പോഴും ചിന്തിക്കേണ്ടതല്ലേ, സൂര്യ മറ്റുള്ളവർ ചിന്തിക്കാത്തതാണ് ചിന്തിക്കുമെന്ന്. അപ്പോൾ ആൻറ്റിക്ക് അതുകൂടി ഒന്ന് പ്ലാൻ ചെയ്യാമായിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ ഞാൻ പറയുന്നതിൽ ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യമാണുള്ളത് എന്ന് പറയുമ്പോൾ പത്മ ദേഷ്യം പിടിച്ചിട്ട്, ഇവനൊരു മന്ന ബുദ്ധിയാണ്, ഇവനെ കൊണ്ട് ഒരു കാര്യവുമില്ല, ഇവനിക്ക് നല്ല ബുദ്ധിയുള്ളവനാണെങ്കിൽ ഇവൻ്റെ ഉപദേശമെങ്കിലും എനിക്ക് ഒരു ഉപകാരമായന്, ഇത് അതുമില്ല എന്നും പറഞ്ഞ് മന്ദബുദ്ധിയെ വിജയനെ വിളിച്ചിട്ടാണ് ദേഷ്യം പിടിച്ച് പത്മ പോകുന്നത്. അപ്പോൾ ഇന്ദ്രജ പറയണേ, മമ്മിയെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടല്ലേ മമ്മി ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, എങ്കിലും വിജയനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോൾ വിജയൻ പറയണേ, അതിന് നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്നത് ഇതുവരെ കേട്ടിട്ടുണ്ടോ? എന്നെ നിങ്ങൾ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? നീ അംഗീകരിച്ചിട്ടുണ്ടോ? വേദ അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഇതുവരെ തന്നിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിജയനെ തന്നെ പുകഴ്ത്തി സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ദ്രജ ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ, മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഈ മൂക്ക് ഇതുപോലെ തന്നെ ആവുമെന്ന് പറഞ്ഞ് മൂക്കിനിട്ടൊരു കുത്തിയ ശേഷമാണ് ഇന്ദ്രജ പോകുന്നത് കേട്ടോ. പിറ്റേന്നാവുമ്പോൾ തന്നെ വേദ വരികയാണ്. അപ്പോൾ വേദയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ വേദ പറയുന്നത്, ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്തെല്ലാമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക, മമ്മിയെ എങ്ങനെയാണോ ഒന്ന് ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ വിജയൻ പറയുന്നത്, അതിന് ജീവിതത്തിൽ ആൻറ്റിയുടെ ഏറ്റവും വലിയ തോൽവിയല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, വേലക്കാരി CEO ആയിരിക്കുന്നു, അപ്പോൾ പിന്നെ ആൻറ്റിയെ എങ്ങനെ ആശ്വസിപ്പിക്കാനാണ്? അപ്പോൾ ഇന്ദ്രജ പറയും, എന്തായാലും നമ്മൾ ഇനി ആ നന്ദിനിക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കണം, പക്ഷേ നമ്മളിനി തിരിച്ചടിക്കാൻ പോകുന്നത് തൽക്കാലം ഇപ്പോൾ മമ്മിയെ അറിയിക്കണ്ട, എല്ലാം കഴിഞ്ഞ ശേഷം മാത്രം മതി, മമ്മി അറിഞ്ഞാൽ മതി, അതുവരെ നമുക്ക് മമ്മിയോട് ഇനി നന്ദിനിക്കിട്ട് പണി കൊടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരിക്കലും മമ്മിയോട് പറയാൻ നിൽക്കണ്ട, വേദ നിന്നോട് കൂടിയാണ് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് 3 പേർക്കും കൂടി നല്ലൊരു തിരിച്ചടി തന്നെ നന്ദിനിക്ക് കൊടുക്കണം, അതാണ് ഇനി നമ്മൾ ചെയ്ത് കാണിക്കേണ്ടത്, അപ്പോഴാണ് മമ്മിക്ക് അതൊരു ആശ്വാസമാവും എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.